ഗൈസ് ഏതായാലും ഏഷ്യൻ കപ്പിൻ്റെ ഇന്ത്യൻ സ്ക്വാഡ് സാറ്റർഡേ അതായത് നാളെ വരുമെന്നുള്ളതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ 26 ഒരു സ്ക്വാഡായിരിക്കും പ്രഖ്യാപിക്കുക എന്നൊക്കെയുള്ളതാണ് റിപ്പോർട്ടുകൾ. അതിലും ഇഞ്ചുറിയാണ് ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് അവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട പല താരങ്ങൾക്കും ഇഞ്ചുറിയാണ്, അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു ക്യാമ്പിൻ്റെ ഒരു പ്രശ്നം, അതിനോടൊപ്പം തന്നെയാണ് ഇപ്പം ഒരു ഇഞ്ചുറി വലിയൊരു തലവേദനയാകുന്നത്. ഓൾറെഡി ചില പ്ലേയേഴ്സ് ഇഞ്ചുറി ആയിട്ട് കളിക്കില്ല എന്നുള്ളത് ഉറപ്പിച്ചതാണ്. ഇപ്പം ആഷിഖിനെയും പോലെയുള്ള താരങ്ങളൊക്കെ ഇപ്പം അൻവർ അലി ലേറ്റസ്റ്റ് ആയിട്ട് ഇഞ്ചേർഡായി, അതുപോലെ തന്നെ ജീക്സൺ അടുത്ത സമയത്ത് ഇഞ്ചോർഡായി. അതുപോലെ നമുക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡ് ഓപ്ഷൻസ് ആയിട്ടുണ്ടായിരുന്ന ഗ്ലാനും രോഹിത് കുമാറും കൂടി ഇപ്പം ഇഞ്ചറാകുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ മൊത്തത്തിലൊരു ഇഞ്ചറി പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും മറ്റൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് വരുമ്പോൾ വിപിൻ മോഹനെ കോച്ച് പരിഗണിച്ചിരുന്നു എന്നുള്ള തരത്തിലൊക്കെയുള്ള വാർത്തകൾ ഇപ്പം ടൈംസ് ഓഫ് ഇന്ത്യയൊക്കെ വന്നിരുന്നു. പക്ഷേ ആ ഒരു സമയത്താണ് ഇപ്പോൾ വിപിൻ മോഹനും ഇഞ്ചറി ആകുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. പിന്നെ രാഹുൽ കെ പിക്കും ഒരു ചെറിയ ഇഞ്ചറി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ MRI സ്കാൻ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമേ അദ്ദേഹത്തിൻ്റെ ഒരു ഭാവി എന്താകും, സ്ക്വാഡിൽ ഉണ്ടാകും എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹൽ ഇഞ്ചേർഡാണ്, പക്ഷേ സഹലിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തും എന്നുള്ളതൊക്കെയാണ് റിപ്പോർട്ടുകൾ 26 സ്ക്വാഡിൽ. കാരണം ചിലപ്പോൾ ആദ്യത്തെ മത്സരമൊക്കെ മിസ്സായാലും അടുത്ത മത്സരങ്ങളിലൊക്കെ അദ്ദേഹത്തിന് കളിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ സഹലൊരു വൈറ്റൽ അല്ലെങ്കിൽ ക്രൂഷ്യൽ പ്ലെയർ തന്നെയാണ്. നമുക്ക് ആ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ ബിഗ് കൺട്രീസിനൊക്കെ എതിരെ കളിക്കുമ്പോൾ സഹലിനെ പോലുള്ളൊരു താരം, കാരണം നാഷണൽ ടീമിൽ അദ്ദേഹം ഇക്കഴിഞ്ഞ കാലത്തൊക്കെ കളിച്ചിട്ടുള്ള പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. ഇപ്പം മോഹൻ ബഗാന് വേണ്ടിയാണെങ്കിലും അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു പെർഫോമൻസ് എത്രത്തോളമാണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പം സഹലിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായേക്കും എന്നുള്ളത് തീർച്ചയായിട്ടും പ്രതീക്ഷ നൽകുന്നൊരു കാര്യം തന്നെ. പ്രീതം കോട്ടാലും 26 സ്ക്വാഡിൽ ഉൾപ്പെടും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ആസ് എ റൈറ്റ് ബാക്ക് എന്ന നിലയിലായിരിക്കും. ഇപ്പോൾ ഇഗോർഷി മാച്ച് അദ്ദേഹത്തെ റൈറ്റ് ബാക്കായിട്ട് കളിപ്പിക്കാത്തതുകൊണ്ടാണ് ടീമിൽ ഉൾപ്പെടുത്താവുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരിക്കൽ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് KBSCയിലും അദ്ദേഹം ഒരു റൈറ്റ് ബാക്ക് പൊസിഷനിലേക്കൊക്കെ വന്നിട്ടുള്ളത്. ഏതായാലും അദ്ദേഹത്തെ കോച്ച് ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിഫൻസീവായിട്ട് കളിക്കേണ്ട ടീം ഇപ്പം ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ മുതൽ നമുക്ക് ആ ഒരു ഡിഫൻസീവ് കേപ്പബിലിറ്റി ഉള്ള പ്ലെയർ എന്ന നിലയിൽ പ്രീതം ഒരു നല്ല അഡീഷൻ തന്നെയായിരിക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ രാഹുലിന് ഇഞ്ചറി ആണെങ്കിലും വിങ്ങേഴ്സ് എന്ന നിലയിൽ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ആക്ച്വലി വേറെ നോക്കുകയാണെങ്കിൽ ഇപ്പം വിക്രം പ്രതാപൊക്കെ ഇപ്പം നന്നായിട്ട് പെർഫോം ചെയ്ത് വരുന്നുണ്ട്. ആ ഒരു ഓപ്ഷൻസ് എന്ന നിലയിൽ ഇപ്പം നാഷണൽ ടീം ഇതിലും നോക്കുമ്പോഴത്തേക്കും കളിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനാണ് ഒരു വലിയ ചലഞ്ചായിട്ട് തന്നെ നിൽക്കുന്നത്. കാരണം ഇത്രയും പ്ലെയേഴ്സ് ഇഞ്ചുറി ആയി, ആകെപ്പാട് നമുക്ക് അപ്പൂയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാനുള്ളൂ ഡിഫൻസീവ് മിഡ്ഫീൽഡർ. അതായത് സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിൻ്റെ ആരും അല്ല പറയുന്നത്, അങ്ങനെയാണെങ്കിൽ സുരേഷും താപ്പയൊക്കെ ഉണ്ട്. ഡിഫൻസീവ് മിഡ്ഫീൽഡ്, സോ അവിടെ ഇപ്പം ദീപക് ടാങ്കിരി ആയിരിക്കും പരിഗണിക്കാനുള്ള സാധ്യതകൾ ഒരു 99% ചാൻസസ് അദ്ദേഹത്തിനാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞാൽ നാഷണൽ ലെവലിൽ ആ ഒരു ലെവലിൽ കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഇഗോർഷി മാച്ചിൻ്റെ അണ്ടറിൽ അദ്ദേഹം കളിച്ചിട്ടില്ലെങ്കിൽ പോലും പിന്നെ ഇപ്പം മോഹൻ ബഗാന് വേണ്ടി അദ്ദേഹം കളിക്കുന്നുണ്ട്. ഒരു DM എന്ന നിലയിൽ, ഡിസ്ട്രക്ടർ എന്ന നിലയിലൊക്കെ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പം ഗ്ലാനു ഇപ്പോൾ ലേറ്റസ്റ്റ് ഇഞ്ചറി കൂടി ആയതുകൊണ്ടാണ് ഇപ്പം ദീപക് തന്നെ ആയിരിക്കും എന്നുള്ളത്. അപ്പം പലരും ചോദിക്കും ഗ്ലാനിനൊക്കെ എന്തുകൊണ്ട്, ഇപ്പം ചില മത്സരങ്ങളിൽ ഡേർട്ടി ഗെയിംസ് കളിക്കാനും പ്ലേയേഴ്സ് വേണം, അങ്ങനത്തെ ഒരു പ്ലെയറാണ് ഗ്ലാൻ. ആയാലും ദീപക്കും ആ ഒരു റോളിൽ പറഞ്ഞ പോലെ ഡേർട്ടി ഗെയിംസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്ലെയറാണ്. അത്യാവശ്യം ടെക്നിക്കൽ എബിലിറ്റിയും അദ്ദേഹത്തിനുണ്ട്. പിന്നെ ഒരു DM എന്നതിന് പുറമെ CB ഓപ്ഷൻസിലൊക്കെ കളിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ അൻവർ അലി ഒരു മേജർ മിസ്സാണ്. ഞാൻ ഓൾറെഡി ലൈവിലൊക്കെ പോയപ്പോൾ പറഞ്ഞിരുന്നു മെഹ്താബ് സിംഗിനേക്കാൾ സനാ സിംഗിനെ ഇൻക്ലൂഡ് ചെയ്തിരുന്നതായിരിക്കും കുറച്ചും കൂടി ഒരു ബെറ്റർ എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന് നാഷണൽ ടീം എക്സ്പീരിയൻസ് ആണെങ്കിലും ബോൾ പ്ലേയിങ് ആണെങ്കിലും ബിഗ് കൺട്രീസിനെതിരെയുള്ള എക്സ്പീരിയൻസ് ആണെങ്കിലും ഒക്കെ. കാരണം മെഹ്താബ് സിംഗ് അത്ര ഒരു മികവിലേക്ക് കളിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ സനാ സിംഗ് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ജിങ്കനുമൊക്കെ ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ളത് തോന്നുന്നുണ്ട്. എനിവേ നമുക്കിനിയിപ്പോൾ 26 സ്ക്വാഡ് ഏഷ്യൻ കപ്പിൻ്റെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സ്ക്വാഡ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അനാലിസിസ് എന്ന പോലെ നമുക്ക് ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് ഇതിന് മുന്നേ പറയാനുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് വെച്ചാലും കമൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ